വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്നും പണവും വഴിപാട് സ്വർണവും കവരാൻ ഉപയോഗിച്ച കമ്പിപ്പാറ കണ്ടെടുത്തു. ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിൽ നിന്നാണ് പോലീസ് ആയുധം കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിന് ഉപയോഗിച്ച കമ്പിപ്പാറയെക്കുറിച്ച് വിവരം ലഭിച്ചത്. പ്രതി സിനോജ് മോഷണത്തിനായി കമ്പിപ്പാറ വാങ്ങിയ കിഴക്കേ നടയിലെ ഇരുമ്പ് കച്ചവട സ്ഥാപന ഉടമ ഇയാളെ തിരിച്ചറിഞ്ഞു. കൊടുങ്ങല്ലൂർ CI KJ പീറ്റർ, ഹബീബ്, ഫ്രാൻസിസ്, അഷ്റഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊടുങ്ങല്ലൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിന് വിധേയനായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ മേത്തല സ്വദേശി സുധാകരനെയാണ് റൂറൽ SP വിജയ്കുമാർ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ഈസ്റ്റർ ദിവസത്തിലാണ് ആരോപണത്തിന് അടിസ്ഥാനമായ സംഭവം നടന്നത്. പോലീസ് ക്വാർട്ടേഴ്സിലുള്ള കൂട്ടുകാരിയെ കാണാനെത്തിയ 11 വയസ്സുകാരിയെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. സംഭവം വിവാദമായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ CI KJ പീറ്റർ SPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വനിതാ CI മീനാകുമാരി പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പോലീസുകാരനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SYS SSF കുട്ടമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ അനുസ്മരണവും അസ്മാഉൽ ഹുസ്ന വാർഷികവും സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും നടത്തി. PA ഷറാഫുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ വേദിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല ജനകീയമായ വിഷയങ്ങളിൽ കൂട്ടായ്മയോടുകൂടി ഈ നാടിന്റെ ഗുണകരമായ പ്രവർത്തനങ്ങളിൽ ഉയർന്ന ചിന്താഗതിയുമായി മുന്നോട്ട് പോകാൻ കഴിയണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സംഘടന നടത്തിയ പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു. ഒട്ടും പുറകിലല്ല കുട്ടമംഗലത്തിന്റെ വിവിധ പ്രദേശങ്ങൾ. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതി അത് സംഘടന നടപ്പിലാക്കി എങ്കിൽ തന്നെ അതിന്റെ ഏറ്റവും ഗുണം ലഭിച്ച പ്രദേശങ്ങൾ നമ്മുടെ കുട്ടമംഗലത്തിന്റെ തെക്ക് പ്രദേശമായ അയ്യമ്പടി കോളനി പ്രദേശം ഉൾപ്പെടെ, വടക്ക് പൈനൂര് കല്ലുംകടവ് പ്രദേശം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തൊക്കെ തന്നെ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ വെള്ളം അറിയിക്കുന്നവർക്ക് വെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ സന്ദർഭത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. മുസ്തഫ ഫാലിലി അധ്യക്ഷത വഹിച്ചു. തൊഴിയൂർ കുഞ്ഞുമുഹമ്മദ് സഖാഫി സാന്ത്വന കേന്ദ്രത്തിന്റെയും വീൽചെയർ ആൻഡ് വാട്ടർ ബെഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. NY ദിനാർ, MA അബ്ദുള്ളക്കുട്ടി ഹാജി, KA റിയാസുദ്ദീൻ, TA അബ്ദുൾ മജീദ്, NM അസീസ്, PK ഖാദർ ഹാജി എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന 13ാമത് ജില്ലാ ഇസ്ലാമിക കലാമേളയ്ക്ക് തൃത്തല്ലൂരിൽ തുടക്കമായി. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസി ഓണംപിള്ളി കലാമേള ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഹൃദയത്തെ ചില സമയങ്ങളിൽ ആസ്വദിപ്പിക്കുക. എപ്പോഴും വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നതിന് പകരം ജീവിതത്തിൽ ചില ആസ്വാദ്യതകൾ ഉണ്ടാകണം. കലയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആസ്വാദനം. സാഹിത്യത്തിലും കലയിലുമൊക്കെ മനുഷ്യനെപ്പോഴും അവൻ്റെ അഭിരുചികളെ വളർത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തുരുത്താക്കി അതിനെ മാറ്റുകയും ചെയ്യാറുണ്ട്. അവൻ്റെ സർഗബോധം എന്ന് പറയുന്നത് സ്വർഗീയമായി തീരുന്ന വിധം ആ അർത്ഥത്തിൽ ഏറ്റവും നല്ലതാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും മേഖല. മനുഷ്യനെ തന്നെ സ്വയം ആവിഷ്കരിക്കാൻ, അവൻ്റെ ചുറ്റുവട്ടങ്ങളെ അവൻ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാഹിത്യവും കലയും ഒരുപാട് ഉപകാരപ്രദമായി മാറാറുണ്ട്. ഞാനതിൻ്റെ ചരിത്രവും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു സാഹിത്യത്തെ. പരിശുദ്ധ ഖുർആൻ തന്നെ ആ സാഹിത്യത്തിലെ ഏറ്റവും
അമൂർത്തമായ ഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് അറബ് സമൂഹത്തിന്റെ മുമ്പിലെത്തിയത്. അറബ് കാലഘട്ടം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം ഏറ്റവും വളരെ വലിയ പ്രഗത്ഭരായ സാഹിത്യ സാമ്രാട്ടുകളെ സംഭാവന ചെയ്ത കാലമാണ്. സ്വാഗത സംഘം ചെയർമാൻ CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. MKA കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, തളിക്കുളം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EB ഉണ്ണികൃഷ്ണൻ, SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ഫല്ലലു റഹ്മാൻ ഫൈസി, ഇല്യാസ് ഫൈസി, REA നാസർ, ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, AA ജാഫർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് ശ്രീമുരുക ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹനൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, കൺവീനർ അനിരുദ്ധൻ, ട്രഷറർ സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശിലാസ്ഥാപന കർമ്മത്തിനോടനുബന്ധിച്ച് ഭൂമി പൂജ, വിശേഷാൽ പൂജ തുടങ്ങിയവ നടന്നു. കയ്പമംഗലം കണ്ടനാട്ട് ശ്രീ ഭദ്രകാളി രക്തേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജ, അഭിഷേകം, പന്തിരടി പൂജ, എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, പകൽപൂരം, ദീപാരാധന, കരിമരുന്ന് പ്രയോഗം, അത്താഴപൂജ, തായമ്പക, ഗാനമേള, വർണ്ണമഴ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദ്രാപിനി ഈസ്റ്റേറ്റ് CPIM നേതാവിന്റെ വീടിന് നേരെ കല്ലേറ്. SN പുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്നും പണവും വഴിപാട് സ്വർണവും കവരാൻ ഉപയോഗിച്ച കമ്പിപ്പാര കണ്ടെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.